Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Prayer ആരാണ്? പറഞ്ഞോടാ. Good afternoon. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe that we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe that we shall overcome someday. We are not afraid. We are not afraid. We are not afraid any day. Oh, deep in my heart, I do believe that we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe that we shall overcome someday. I never lost either I win or learn by Sana Fateh. Signed by Sana Fateh. മാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയെന്ന് പ്രസന്റ് ചെയ്യട്ടെ. കാരണം നെക്സ്റ്റ് 7th എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഡെലിവറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ. ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ, ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് വെച്ചിട്ട് നമ്മുടെ എന്താണ് ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ക്യൂബ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ബാക്കിയുള്ളവർ ചാർട്ട് പേപ്പർ വെച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സാറിന് എന്ത് വെച്ചാ പ്രിപ്പയർ ചെയ്തേ? പിൻ കവർ അല്ലേ? അതെ, ഞാന് തെർമാക്കോളിന്റെ മേലെ ചാർട്ട് ഒട്ടിച്ചിട്ട്. ഓക്കെ, നോക്കട്ടെ. ഇതാണ് ഇങ്ങനെ ചെയ്ത്. പിന്നെ അന്ന് കളർ ബോക്സ് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് കിട്ടിയ കളേഴ്സ് വെച്ചിട്ട് ചെയ്തതാ. പിന്നെ കുറച്ച് കളേഴ്സും കൂടി കിട്ടുമ്പോ ആഡ് ചെയ്യാന്നുള്ള വിചാരിച്ചിട്ട് സ്പേസ് ഉണ്ട്. എടാ, അതില് ഒരു പ്രശ്നം ഉണ്ട്. എന്താ സൈസ് സൈസ് ഞാൻ അളന്നിരുന്നു. 10, 9, 8 അങ്ങനെ തന്നെയാണ്. അതെ, അതെന്താ അറിയോ, ഇതിന്റെ പ്രശ്നാണ്. തെർമാക്കോളും പൊട്ടിച്ചതിന്റെ. ഞാൻ റെക്കോർഡും കൂടി പ്രസന്റ് ചെയ്യട്ടെ പെട്ടെന്ന്. എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാൻ പറ്റില്ല, അതാ പെട്ടെന്ന് ചെയ്തത്. ബട്ടർഫ്ലൈ. ഓക്കെ, കലണ്ടർ. ഇത് ഒട്ടിക്കാൻ പറ്റില്ല. പ്രിന്റ് എടുത്ത സൈസ് കൂടി, ഇനി പ്രിന്റ് മാറ്റിയെടുക്കണം. അത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റില്ലേ? അതെ, പേജിന്റെ കാർഡിലും സൈസായി. അപ്പൊ ഇനി കട്ട് ചെയ്താൽ ഇങ്ങനെ ഹെഡിങ് കൊടുത്ത് തന്നെ അതിന്റെ അപ്പുറമായി. അപ്പൊ എനിക്കൊന്ന് സൈസ് കുറക്കണം. ഇവിടെ ഒട്ടിക്കേണ്ടതാണ്. അപ്പൊ സൈസ് ഏറി, എനിക്ക് ഇത്ര സ്പേസ് ഉള്ളൂ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം ഒരു മോഡല് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? അതേപോലെ വേഗം ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം.
പിങ്ക് ഫ്ലവർ അത്യാവശ്യം നമ്മൾ ആ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയപ്പോ ചാർട്ട് പേപ്പർ വെച്ചിട്ട് പിങ്ക് ഫ്ലവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് യൂട്യൂബിലുണ്ട്. അതൊന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാൻ തുടങ്ങാത്തവരാണെങ്കിൽ ചാർട്ട് വെച്ചിട്ട്. എന്നാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മള് 7th February ആണോ? യെസ് മാം. അതെ മാം. നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഒരു പോർഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ആക്കിയോ ഞാൻ ആ പോർഷൻ? നോർമലൈസ് കംപ്ലീറ്റ് ആണ്. യൂണിറ്റ് 5 ആയിരുന്നു, അത് കഴിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളുടെ കുട്ടികളൊക്കെ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിച്ച് അവർക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇപ്പൊ നമ്മൾ എന്താക്കി, നമ്മുടെ കുട്ടികളെല്ലാവരെയും നോർമൽ ചൈൽഡ് ആക്കി അല്ലെ? ആക്കിയില്ലേ? അവരുടെ ഡീവിയേഷൻസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ ആ ചാപ്റ്റർ? അതെ മാം. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള, ഒരുപാട് ഭയങ്കര സൈക്കിക് ബാരിയേഴ്സ് ഉള്ള, അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികളെയും അതേപോലെ തന്നെ പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയർ, ലൈ ഒക്കെ കള്ളം പറയുന്ന കുട്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ നമ്മൾ അവരെ എന്ത് ചെയ്തു, നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റി. ഇനി ഈ കുട്ടികള്, നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവർ തമ്മിൽ നല്ലൊരു എന്താണ് കെട്ടുറപ്പ് ഉണ്ടാവും. അവരെല്ലാവരും ഈക്വലാണ്. ദേ വർക്ക് ടുഗദർ ആൻഡ് അവരുടെ ഇടയിൽ തന്നെ ഒരു ടുഗദർനെസ് ഉണ്ടാവും. ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. അവർ തമ്മിൽ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതേപോലെ ലവ്, അറ്റാച്ച്മെന്റ്, അതേപോലെ സിമ്പതി, ഷെയറിങ് ഹാബിറ്റ്സ്, ഹാർമണി, ഇതെല്ലാം നമുക്ക് ആ കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. ഏത് കുട്ടികളുടെ നോർമലൈസ്ഡ് ചൈൽഡിൽ കാണാനായിട്ട് പറ്റും? ന്യൂ ചൈൽഡ്, മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ ചൈൽഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ന്യൂ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലൈസ്ഡ് ചൈൽഡുകളെയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് അവരെ ഈ കുട്ടികൾ നല്ല ആയിരിക്കും, നല്ല കറക്റ്റ് ആയിട്ട് അവിടുത്തെ എല്ലാ വർക്കുകളും കറക്റ്റ് ആയിട്ട് ചെയ്യും. അവർ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാവും. അവർക്കറിയാം ഒരാള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവന്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഊഴം വരുമ്പോൾ, നമ്മുടെ നെക്സ്റ്റ് ടേൺ വരുമ്പോൾ നമുക്ക് ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. ആ ഒരു പേഷ്യൻസും ആ ഒരു റെസ്പെക്റ്റും ഒക്കെ അവരുടെ ചെറുപ്പത്തിലേ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യിക്കുകയാണ്. നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആകെ ഒരു എക്യുപ്മെന്റേ ഉള്ളൂ, ആ ഒരു മെറ്റീരിയൽ ആകെ ഒരെണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഒരാൾക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കറിയാം അയാളുടെ ടേൺ കഴിഞ്ഞ് നമ്മുടെ ടേൺ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദേ വെയിറ്റ്, അവരെന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അവര് നല്ല പേഷ്യൻസ് നല്ല ക്ഷമയോട് കൂടി അത് വെയിറ്റ് ചെയ്ത് അവരുടെ ടേൺ ആവുമ്പോൾ അവരത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ വർക്കിലൂടെയാണ്, അവരുടെ ഇഷ്ടത്തിനുള്ള വർക്കാണ്. അവരുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏത് വർക്കാണോ ചെയ്യാൻ താല്പര്യം ആ വർക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് ഫ്രീഡം കൊടുക്കുന്നുണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യും. നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് പാടാനായിട്ടാണ് താല്പര്യമില്ല, സാധാരണ ഒരു എക്സാമ്പിൾ പറയാണ്, നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിനെ കൊണ്ടുപോയി എഞ്ചിനീയറിംഗിൽ നമ്മൾ ചേർത്തില്ല. കാരണം എന്താണ്, അവന്റെ എന്താണോ കഴിവ് അവന്റെ ഇഷ്ടത്തിന് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട് വിടാനായിട്ട്. ഓക്കെ, ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. എല്ലാ പേഷ്യൻസും അവരുടെ സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് എത്ര കാമായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സോ മോണ്ടിസോറി എൻവയോൺമെന്റിന് പുറത്തേക്ക് വരുന്ന കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിൽ നല്ല ആക്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. നമ്മുടെ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ക്യാരക്ടറുള്ള നല്ലൊരു ക്യാരക്ടറുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ ഈ എൻവയോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മളുടെ സൊസൈറ്റിക്ക് ഫിറ്റ് ആയിരിക്കും.
അവർക്ക് ഒരു മോശം കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് എതിരെ ഒരു കാര്യം അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ആർ ഫിറ്റ്, നമ്മുടെ സൊസൈറ്റിക്ക് ഫിറ്റ് ആയിരിക്കും. അവർക്കറിയാം എങ്ങനെയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ എന്താ സിമ്പതി കാണിക്കേണ്ടത്. അതേപോലെ മ്യൂച്വൽ ഹെൽപ്സിനെ കുറിച്ച് അറിയാം, മറ്റുള്ളവരെ സഹായിക്കണം എന്നറിയാം, മറ്റുള്ളവരുടെ ഫീലിംഗ് റെസ്പെക്ട് ചെയ്യണം എന്നറിയാം, ഈ പേഷ്യൻസ് ഉണ്ടാവും. ഇപ്പോ ഇതെല്ലാം ആ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണെന്ന് കാണുമ്പോൾ തോന്നും, പക്ഷെ എന്നാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ആരാണ് ഫസ്റ്റ് ഒരു ഫസ്റ്റ് 4-5 സെന്റൻസ് വായിക്കുന്നത്? ആരും വായിക്കുന്നില്ല? ഞാൻ വായിക്കാം. ഓക്കെ, സന വായിച്ചോളൂ. അത് കഴിഞ്ഞ് മായ. Society of cohesion. In a Montessori classroom, children are provided with environment capable of being nourished. Teacher is careful about the various stages of development of the child and helps him with his internal needs. Thus, the child is able to work as per his will. So, his mental and physical energy work in unison, and the child becomes normalized. ഓക്കെ ഡാ, അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് അവർക്ക് നമ്മളുടെ എൻവയോൺമെന്റിൽ ആവശ്യമുള്ള ഫ്രീഡം, ഓരോ കാര്യങ്ങൾ അവർ സ്വയം ചെയ്യാനുള്ള ഫ്രീഡം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അത് അനുസരിച്ച് അത് മനസ്സിലാക്കി അവരുടെ മറ്റെന്തെങ്കിലും നീഡ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ മനസ്സിലാക്കി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. That the children is able to work as per his will. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വർക്കിലും എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ the child becomes normalized. അവരുടെ ഫിസിക്കൽ എനർജിയും മെന്റൽ എനർജിയും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി നല്ല ഒറ്റൊരു വർക്കിലേക്ക് തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവർ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ then the child become normalized. ആ കുട്ടി ആരായിട്ട് മാറും? ഒരു നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട്, നല്ല ക്യാരക്ടേഴ്സ് ഉള്ള മോണ്ടിസോറി എൻവയോൺമെന്റ് പറയുന്ന നല്ലൊരു നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ആരാണ്? മായ. Okay, ma'am. It is possible to give the perfect freedom in a class and yet have perfect discipline from them. Thus a Montessori classroom become a gathering of normalized children. When the children are normalized, it is possible to give them the perfect freedom in a class and yet have a perfect discipline from them. This is the society of newborn or society by cohesion referred by Montessori. This is some. Okay. ഇല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. സോ ഈ കുട്ടികള്, ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ നമുക്ക് ഈ കുട്ടികൾക്ക് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് നമുക്ക് മാക്സിമം എന്ത് കൊടുക്കാൻ പറ്റും? അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കാൻ പറ്റും. നമ്മൾ പെർഫെക്റ്റ് ഫ്രീഡം കൊടുത്താൽ പോലും അവർ ആ പെർഫെക്റ്റ് ഡിസിപ്ലിൻ അവർ കീപ്പ് ചെയ്തോളും. ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് അതിന്റെ പ്ലേസ്, അത് എവിടെയാണ് കറക്റ്റ് പ്ലേസ്. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് എന്താ പറയാ, അവർക്ക് കളർഫുൾ ആയി തോന്നുന്ന രീതിയിലാണ് നമ്മുടെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് പിങ്ക് ടവർ ജസ്റ്റ് പിങ്ക് ടവർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, കളറിൽ കുട്ടികൾ അട്രാക്റ്റഡ് ആണ്, പല സൈസ്. അപ്പൊ അവിടെ നിന്ന് അവര് ആ ഒരു ടവർ ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല അതിന്റെ സൈസ് അവർ പഠിക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവർക്ക് പെർഫെക്റ്റ് ഫ്രീഡം കൊടുക്കാം. നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് നമുക്ക് പെർഫെക്റ്റ് ഫ്രീഡം കൊടുത്താൽ പോലും അവർ പെർഫെക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യും. അവർ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഇഴുകി ചേർന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നിങ്ങളുടെയും ന്യൂ ചിൽഡ്രൻ തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഈ നോർമലൈസ്ഡ് ആയിട്ട് ഉള്ള കുട്ടികളെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയാം, ഓർ ദ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയാം.
ഒരു കെട്ടുറപ്പ്, ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പാണ്. അവിടുത്തെ കുട്ടികൾ തമ്മിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കെട്ടുറപ്പ് ഉണ്ടാവും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, നല്ലൊരു മിംഗ്ലിംഗ് ഉണ്ടാവും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 ജൂലൈ 2024 നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഒരു 6 months കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, ഒരു ബോണ്ടിങ് ഇല്ലേ, നമുക്കിപ്പോ ഏകദേശം എല്ലാവരെയും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു, മുഖത്ത് പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ചോദിക്കും മിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള ഇത്രയും കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആ ബോണ്ടിങ് ഇത്രയും നാള് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ആ ഒരു ക്ലാസ് റൂമിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ എന്തോരം ബോണ്ടിങ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് പോലും നമ്മൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു പിങ്കി ആവട്ടെ, അബ്സ എന്ന് വിളിക്കുന്ന കുട്ടിയാവട്ടെ, ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നത്, എസ്തർ ആവട്ടെ, ഇവരെയൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ചിന്തിക്കും, അയ്യോ കുട്ടി കാണാനില്ലല്ലോ, എന്ത് പറ്റി, അവള് കയറിയില്ലല്ലോ. ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ. പിങ്കിനെ കാണാണ്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, പിങ്കി വന്നില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച കയറിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്, ജസ്റ്റ് ആ കുട്ടിക്ക് എന്ത് പറ്റി കാണും എന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ തോന്നും. നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്ന നിങ്ങളുടെ മുഖം ഒന്നും ഞാൻ കാണുന്നില്ലെങ്കിൽ പോലും എന്താണ് നിങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇതെന്ന് തോന്നാറുണ്ട്. ഓരോ കുട്ടികളുടെ സംസാരത്തിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഒരാൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, മിസ്സാക്കി. ഇതൊന്നല്ല, ഇവരുടെ ഇമേജ് കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരായിട്ടും ആ ഒരു ബോണ്ടിങ് തോന്നാറുണ്ട്. ഇത് നമുക്ക് എല്ലാവരെയും നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ പോലും നമ്മൾ തമ്മിൽ ഏകദേശം ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പോ ഒരു ക്ലാസ് റൂമിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ഒരുമിച്ച് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾ തമ്മിൽ എന്തോരം ബോണ്ടിങ് ഉണ്ടാവും, നല്ല ബോണ്ടിങ് ആയിരിക്കും. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടികൾ തമ്മിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്, ഡിഫറെന്റ് വർക്ക്സ് ആയിരിക്കും ചെയ്യുന്നത്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും. പക്ഷെ നമ്മൾ ആ ക്ലാസ് റൂമിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദേ ആർ എന്താണ് ഓരോ പോലെയാണ് അവർ ചെയ്യുന്നത്. അവരെല്ലാവരും സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാണ്? നെക്സ്റ്റ് പോയിന്റ് വായിച്ചോ? ഞാൻ വായിക്കുന്നു. ഓക്കെ, വായിച്ചോളാം. This is something formed by an attraction between or among children. It is a natural and spontaneous unification of cohesion. Children are able to attain such cohesion because they are naturally full of love, sympathy, and feel for others. Therefore, we should help them foster these qualities by giving them the right environment and conditions. ഓക്കെ, അപ്പോ നമ്മൾ ഈ കുട്ടികള് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് നല്ല രീതിയിൽ അട്രാക്ട് ആവും. അതേപോലെ ഈ കുട്ടികൾ തമ്മിൽ ഒരു നല്ല മിംഗ്ലിംഗ് ഉണ്ടാവും. അപ്പൊ ഒരാൾ ഫെയിൽ ആയി പോയാൽ ചെയ്യാനായിട്ട് അറിഞ്ഞുകൊണ്ടെങ്കിൽ യങ്ങർ വൺസ് അവരിൽ നിന്നും യങ്ങർ വൺസിന് ഓൾഡർ വൺസ് മുതിർന്നവരെന്തെങ്കിലും ഗൈഡ് ചെയ്യും, ഇടാ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ മോണ്ടിസോറി സ്കൂൾ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഓൾഡർ വൺസ് യങ്ങർ വൺസിന് നമുക്ക് ഗൈഡ് ഒക്കെ ചെയ്ത് കൊടുക്കും. അതേപോലെ ആ യങ്ങർ വൺസ് അവരുടെ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഗൈഡ്ലൈൻസ് ഒക്കെ കൊടുക്കും. സോ അവിടെ എന്ത് വരെ നാച്ചുറൽ ആയിട്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ വരെയാണ്. അവിടെ നോർമലി ഒരു കെട്ടുറപ്പ് അവിടെ ലീഡ് ചെയ്ത് വരാണ്. ദെൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ കെട്ടുറപ്പിന് അടിസ്ഥാനം അല്ലെങ്കിൽ നാച്ചുറലി എന്തിന്റെ ബേസിലാണ്? ഫുൾ ഓഫ് ലവ്, സ്നേഹം, സിമ്പതി, അതേപോലെ ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കാരണം എപ്പോഴും ഞാൻ ആക്ടിവിറ്റി ചെയ്യുള്ളൂ, ചെറിയ കുട്ടികൾ അങ്ങനെയാണ്, ഞാൻ എപ്പോഴും ആ ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്യുള്ളൂ, എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു വാശി പിടിച്ചാലും പിന്നെ നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആവുമ്പോൾ അവന് മനസ്സിലാവും ഈ മെറ്റീരിയൽസ് എനിക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യേണ്ടതാണ്, അത് അവരുടെ കൂടി അവകാശമാണ്, അവനും കൊടുക്കണം അത് യൂസ് ചെയ്യാൻ എന്ന് മനസ്സിലാക്കുകയും അവൻ അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. ആ ഒരു സിറ്റുവേഷൻ മുതൽ അവൻ നോർമലൈസ്ഡ് ചൈൽഡായി മാറണം. Therefore, we should help them to foster these qualities. ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ എൻവയോൺമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് എൻവയോൺമെന്റ് റൈറ്റ് കണ്ടീഷനും കൊടുത്ത് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് പെട്ടെന്ന് എന്താവും ആവും, ഈ ഒരു കണ്ടീഷൻ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അങ്ങനെ ഈ ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞ ലവ്, സിമ്പതി, ഫീൽ ഫോർ അതേഴ്സ്, പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞത് ടുഗദർനെസ്, ഹാർമണി, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഈ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്
ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പോർഷൻ ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യുക. ഇൻട്രോ പാരയാണ്, നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഓർമ്മയിൽ വരണം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ മായക്ക് എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലായത് നമുക്ക് പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ മാം. ഇന്ന് മോണ്ടിസോറി ഒരു ക്ലാസ് റൂമിൽ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഫ്രീ ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. അതുപോലെ നമ്മളുടെ മോണ്ടിസോറിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുട്ടി അതായത് നോർമലൈസ്ഡ് ചിൽഡ്രൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവർ കേപ്പബിൾ ആയിരിക്കും. എന്താണ് ഗുഡ് അല്ലെങ്കിൽ ബാഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കും. പിന്നെ അതുപോലെ മോണ്ടിസോറി അതുപോലെ നോർമലൈസ്ഡ് ചിൽഡ്രനിൽ അതായത് അവർക്കറിയാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരോട് സിമ്പതി കാണിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനത്തെ ഓരോ നല്ല ക്വാളിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കും നോർമലൈസ്ഡ് ചിൽഡ്രൻ. അവർ തമ്മിൽ ഒരു നല്ല, അതായത് ഇങ്ങനത്തെ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരിക്കും. അതായത് കൊഹിഷൻ എന്നാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്, സൊസൈറ്റി ഓഫ് കൊഹിഷൻ. അവർ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചിൽഡ്രൻ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. നമ്മുടെ അവിടെ സൊസൈറ്റിക്ക് ഏറ്റവും മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും സൊസൈറ്റിയിലോട് ഒരു പ്രതിബദ്ധതയും എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. എനിക്ക് അങ്ങനെ മനസ്സിലായി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. മോന് മനസ്സിലായത് വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. മായ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീനിങ് നമ്മൾ വേറെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷെ എന്നാലും ഇതാണ്, ഈ ഒരു ടീം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഈ നമ്മുടെ കൊഹീഷന്റെ കെട്ടുറപ്പില് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ കെട്ടുറപ്പ് അല്ലെങ്കിൽ ബോണ്ടിങ് അത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ബേസിക് ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കണം. റെസ്പെക്ട് ഫോർ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമുക്ക് മാത്രമല്ല ഈ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്, മറ്റു കുട്ടികൾക്കും അത് അവകാശമുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അതേപോലെ ആ ഒരു മെറ്റീരിയൽ ഒറ്റ മെറ്റീരിയൽ ഉള്ളൂ എങ്കിൽ പോലും അത് നമ്മൾ ടൈം ഇപ്പൊ നമ്മുടെ ടേൺ വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോട് കൂടി നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അത് കിട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ച് റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ആരാ വായിക്കുന്നേ? വായിക്കാത്തവര് വായിക്കണം കേട്ടോ. ദീപിക പറഞ്ഞു. അടുത്ത പോയിന്റ് മോൾട്ടാ. ഓക്കെ, പറഞ്ഞോടാ. Respect for the right of others. There are normally disputes between children over the materials and many other situations.
However, children in Montessori schools are capable of solving problems by themselves through reciprocal consent and agreement. ഓക്കെ, നമുക്കറിയാം കുട്ടികളാണ് നോർമലി ഇപ്പൊ മെറ്റീരിയൽസ് ആണ്. അതേപോലെ മോണ്ടിസോറി മെറ്റീരിയൽസ് അറിയാലോ നിങ്ങൾക്ക്, നമുക്ക് കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഈ മെറ്റീരിയൽസ് ഒക്കെ മെറ്റീരിയൽസിന്റെ പേരിലും അല്ല മറ്റേതെങ്കിലും സിറ്റുവേഷനിലും ഒക്കെ കുട്ടികൾ തമ്മിൽ ഇടയ്ക്ക് ഡിസ്പ്യൂട്ട് ഒക്കെ വരാൻ, തർക്കങ്ങളും ചെറിയ തല്ലുപിടുത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് സാധാരണ കുട്ടികൾ തമ്മിൽ. However, the children in Montessori school, നമ്മൾ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കപ്പാസിറ്റി ടു സോൾവ് ദ പ്രോബ്ലംസ് ബൈ തംസെൽഫ്. അവർക്ക് തന്നെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെയായിരിക്കും പറയുന്നത്, ഈ മെറ്റീരിയൽസ് ഇപ്പൊ നീ യൂസ് ചെയ്തതിന് ശേഷം, നീ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് യൂസ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യും, ദെൻ നിന്റെ ടേൺ വരുമ്പോൾ അതങ്ങനെ തരാം. അപ്പൊ റെസിപ്രോക്കൽ കൺസെന്റ് ആണ്, പരസ്പരമുള്ള ഒരു സമ്മതം, ഒരു എഗ്രിമെന്റ് വഴി അവർ ആ ഒരു മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അവർക്ക് അറിയാം റൈറ്റ് ടു റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ, മറ്റുള്ളവരെ ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ള കുട്ടികളുടെ മനസ്സിലാക്കാനും അവർക്ക് അവരെ ഫീൽ ചെയ്യാനും അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും നമ്മുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് ആരാണ്? നൗസ് എനിക്ക് അറിഞ്ഞൂടെ പേരൊന്ന് പറഞ്ഞേക്ക്. നുസൈബ അല്ലെ? ഓക്കെ, വായിച്ചോളാം അടുത്ത പോയിന്റ് കേട്ടോ. Reciprocal help. There would be such care between the children where the older help the younger ones. The younger ones while. Ma'am? റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്, മുമ്പ് പറയണത് ക്ലിയർ ആവില്ല കേട്ടോ. ഓക്കെ, എന്നാല് അടുത്ത ആള് വായിച്ചു കേട്ടോ. ഇവിടെ ഇങ്ങനെ റേഞ്ച് കിട്ടുന്നുള്ളൂ. ഞാൻ ഏറ്റവും റേഞ്ച് ഉള്ള സ്ഥലത്താണ് ഇപ്പൊ നിക്കണേ. Okay, ma'am. Reciprocal help. There would be such care between the children where the older ones will help the younger ones while the younger ones help each other. They would show. അത് മതിയോ? ഓക്കെ. അപ്പോ നമ്മൾ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നാ പറയുന്നത്. അപ്പോ അവിടുത്തെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികൾ, അവിടുത്തെ യങ്ങർ വൺസ്, നമുക്കറിയാം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ യങ്ങർ വൺസിനെ അവരെന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനൊക്കെ ഓൾഡർ വൺസിന് വളരെ താല്പര്യം. കാരണം അവരിതെല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. അപ്പൊ അവര് തന്നെയാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ യങ്ങർ വൺസ്, ഈ ഗൈഡ് ലൈൻസ് ഒക്കെ കിട്ടിക്കുന്ന യങ്ങർ വൺസ് മറ്റു കുട്ടികൾ, അവരുടെ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികളെ ഹെൽപ്പ് ഈച്ച് അതർ, മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. അടുത്ത പോയിന്റ്. They would show respect and interest in each other. ഓക്കെ, പോയിന്റ് വായിച്ചോ, ഫുൾ വായിച്ചോ. Okay. There would be admiration of each other's work, and all these came spontaneously and naturally from the children. That is usually because in. വായിക്കട്ടെ മിസ്സേ? കണ്ടിന്യൂ ചെയ്തോടാ. Okay. That is usually because in a Montessori environment, children are given freedom. Children need not compete with each other. No competition is permitted in the environment, and normally this prepares children to want to share and help one another. Okay. അപ്പോ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികള് എങ്ങനെയാണ്? റെസ്പെക്ട് ആൻഡ് ഇൻട്രസ്റ്റ്. ദേ ഷോ ദ റെസ്പെക്ട് ആൻഡ് ഇൻട്രസ്റ്റ്. മറ്റുള്ളവരോട് റെസ്പെക്റ്റും അവരുടെ ഇൻട്രസ്റ്റും കാണിക്കാറുണ്ട്. അവർ ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് അഡ്മയർ ചെയ്യും, എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മുടെ ചിൽഡ്രൻസിന് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവരുടെ ആക്ടിവിറ്റി എന്താണ്, അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചിൽഡ്രൻസ് നീഡ് നോട്ട് ടു കോമ്പീറ്റ്, മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ നോ കോമ്പറ്റീഷൻ ഇസ് പെർമിറ്റഡ് ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കോമ്പറ്റീഷൻ നമ്മൾ ഒട്ടും പെർമിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ എന്താ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? പ്രിപ്പയർ ദ ചിൽഡ്രൻസ്. നമ്മൾ ആ കുട്ടികളെ അവരെ ഷെയർ ചെയ്യാനും
ഹെൽപ്പ് വൺ അനദർ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അവരെ പ്രിപ്പയർ ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും നമ്മൾ എന്ത് കൊടുക്കുകയാണ്, അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഞാൻ വായിക്കാം സർ. ഓക്കെ. Moral help. A child provides moral help to the other children by comforting them for being wrong, for being bad. Different from the child regards the wrong done as something bad or mischief, but rather regard it as a misfortune, and the one who had done it as an unfortunate one who should be comforted and helped. Children will inspire one another to be good. In a mixed age group, older children provide the role model in the class. The exercise of practical life which inspire social grace and courteously help Yes. the children into a cohesive group. ഓക്കെ ഓക്കെ. അപ്പൊ മോറൽ ഹെൽത്ത് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോറൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്ത് ചെയ്യുന്നില്ല, പ്രൊമിറ്റ് ചെയ്യുന്നില്ല. കുട്ടികള് എപ്പോഴാണ് അവർ നല്ല രീതിയിൽ നമ്മൾ കംഫർട്ട് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യാണ്, നമ്മൾ കംഫർട്ട് ചെയ്യാണ്. അവർ ഈ ഒരു എൻവയോൺമെന്റ് വേണം, അവരുടെ ആശ്വാസം നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. നോട്ട് ബീങ് ബാഡ് ഫോർ ബീങ്, അവര് ബാഡ് ആയിട്ട് ചിന്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നോട്ട് ഗോയിങ് ടു ബാഡ് ബിഹേവിയർ, ആ കുട്ടികൾ ബാഡ് ബിഹേവിയറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് എടുക്കാറുണ്ട്. ചിൽഡ്രൻസ് വിൽ ബി ഇൻസ്പയർഡ് വൺ അനദർ ടു ബി ഗുഡ്. അപ്പൊ ഒരാള് നമ്മളറിയാം, ഇപ്പൊ സാധാരണ ആദ്യം വരുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞു ഡിവേറ്റഡ് ചൈൽഡിന്റെ കേസിൽ പറഞ്ഞു, ആദ്യം വരുന്ന കുട്ടികൾ പെട്ടെന്ന് നോർമലൈസ്ഡ് ആയി അവർ ചെയ്യുന്ന രീതികൾ ആദ്യം നമ്മളുടെ പുതിയതായിട്ടൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. നോർമലൈസ്ഡ് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് മനസ്സിലാവില്ല. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് എവിടേക്കാണ് വെക്കേണ്ടതെന്നും ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പുതിയ യങ്ങർ വൺസിന് മനസ്സിലാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യും, അവർ ഓൾഡർ വൺസ് എന്താണോ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുകയും അതിന് അനുസരിച്ച് അവര് പെരുമാറാനും തുടങ്ങും. ഓക്കെ, അവര് എന്ത് ചെയ്യും, അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് നമ്മളുടെ മോണ്ടിസോറി സ്കൂളിലുള്ളതെങ്കിൽ, അപ്പോൾ ഈ ഓൾഡർ വൺസിൽ ഒരു റോൾ മോഡലാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിട്ട് ആര് ഓൾഡർ വൺസ് പെരുമാറും. സോ ഇത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സോഷ്യൽ ഗ്രേസ് ഇൻസ്പയർ ചെയ്യാനും, അതേപോലെ courtesy help the children to cohesive groups, നല്ല ഒത്തൊരുമയുള്ള ഒരു ഗ്രൂപ്പായിട്ട്, നല്ല കെട്ടുറപ്പുള്ള ഗ്രൂപ്പായിട്ട് നമുക്ക് മാറാനായിട്ട് ഈ പറഞ്ഞ മോറൽ ഹെൽപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹാർമണിയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് മലയാളം പറയാം. ഐക്യമാണ്. നമ്മുടെ ഈ ക്ലാസ് റൂമിൽ എല്ലാവരും തമ്മിൽ, മോണ്ടിസോറി ക്ലാസ് റൂമിൽ എല്ലാവരും തമ്മിലൊരു പ്രത്യേക ഐക്യം ഉണ്ടാവും. അവിടുത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനും അതേപോലെ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവും. അവരുടെ ടേൺ വരുന്ന വരെ അവർ വെയിറ്റ് ചെയ്യും. ടിൽ അതേഴ്സ് വിൽ കംപ്ലീറ്റ്, മറ്റുള്ളവർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ടേൺ വരുമ്പോൾ നല്ല പേഷ്യൻസ് ഉള്ള കുട്ടികളായിരിക്കും, നല്ല റെസ്പെക്ട്, മറ്റുള്ളവരുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. ദെൻ നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. സോ ഹാർമണിയാണ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, ഫാത്തിമ. Okay, ma'am. Harmony is encouraged in the class through working together, as there is only one set of material in a class. A child who wants to use them will have to wait till the child who is using it has finished and put it back in its place. Through this, the children learn to exercise patience and respect, which will gradually bring about harmony in the class.
ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആ മറ്റു കുട്ടികളെ വെയിറ്റ് ചെയ്യണം. ആ കുട്ടിയുടെ ടേൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അതിന്റെ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വെയിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കുട്ടികൾ അവിടെ നിന്ന് എന്താണ് ലേൺ ചെയ്യുന്നത്? ദ ലേൺ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. അവർ അവിടെ നിന്ന് ലേൺ ചെയ്യുന്നത് എന്താണ്? പേഷ്യൻസും റെസ്പെക്റ്റും. വിച്ച് വിൽ ഗ്രാജുവലി ബ്രിങ്സ്. ഇത് എന്തിന് കാരണമാകുന്നു? ഒരു ഹാർമണി നമ്മുടെ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളും തമ്മിൽ ഒരു ഐക്യം നിലനിർത്താനായിട്ട് കാരണമാകുന്നു എന്നാ പറയുന്നത്. ഓക്കെ, cohesion is based on following factors. ആ ഫാക്ടേഴ്സ് 4 എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ. വായിച്ചു എല്ലാവരും? ടൈം വേണം. ഓക്കെ ഓക്കെ, ഇനി അടുത്താണ് 5 പോയിന്റ് വായിക്കണം മിസ്സേ. എന്താണ് 5 പോയിന്റ് വായിക്കണോ ചോദിച്ചത്? 4 പോയിന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് 4 പോയിന്റ് അല്ലേ? റെസ്പെക്ട് ഫോർ 4 പോയിന്റ്. മോറൽ ഹെൽപ്പ്, ഹാർമണി. വായിച്ചു. Okay, so when there is such cohesion, the following can be perceived of children. താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഏതെല്ലാമാണെന്ന് നോക്കാം. കോപ്പറേഷൻ. ഫസ്റ്റ് എന്താണ്? കോപ്പറേഷൻ. കുട്ടികൾ തമ്മിൽ നല്ല ഒത്തൊരുമയുണ്ടാവും. ഓക്കെ, അവർ തമ്മിൽ അവർ വർക്കിംഗ് ഗ്രൂപ്പായിട്ട് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നല്ലൊരു കോപ്പറേഷൻ ഫീൽ ചെയ്യും. അവര് എല്ലാവരും ഒന്നാണ്. അവരൊക്കെ എന്താണ് നല്ലൊരു ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റും. ഫ്രീ ലൈഫ് വിത്ത് ഫ്രീ ആക്ടിവിറ്റീസ്. നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടാണ്. സോ അവിടെ അവരെല്ലാവരും നല്ലൊരു ഒത്തൊരുമ ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ഫ്രീഡം അവർക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കേടാ. Cooperation. When the activity necessitates it, the children voluntarily work in a group and cooperate when they need to. This is the outcome of the free life with free activity. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവും, ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ലൈഫാണ്, ഫ്രീ ആക്ടിവിറ്റീസ്, നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് അവർ കോപ്പറേഷൻ അറ്റൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ആണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലാസ് റൂം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അവിടെ എല്ലാത്തിനും അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ അവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് നിർബന്ധിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ല, അവരെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ്. ആദ്യമൊക്കെ വരുമ്പോൾ അവർക്ക് അധികം ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ എങ്ങാൻ വൺസ് അല്ലെങ്കിൽ ഓൾട്ടർ വൺസ് അതൊക്കെ കീപ്പ് ചെയ്യും. ദെൻ അവർ ആ ഒരു പ്രാക്ടീസിലൂടെ അവർ എന്ത് ചെയ്യും? ഈ ഡിസിപ്ലിനിലേക്ക് വരും. സോ
ദെൻ അവർക്ക് ഇഷ്ടത്തിനുള്ള വർക്കുകൾ, നോട്ട് ഫോഴ്സ്ഡ് വൺ ദേ അക്യൂർ ദംസെൽഫ് ഫ്രം ദ പ്രാക്ടീസ്. നമ്മൾ ഒരിക്കലും ആ കുട്ടികളെ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. നമ്മൾ അവരുടെ പ്രാക്ടീസിലൂടെയാണ് അവർ ഈ ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. അഫ്സ. ജാസ്മിൻ നെക്സ്റ്റ് കേട്ടോ. Discipline. This is not a forced obedience, but a social discipline whereby everyone selects his work, doing different things but all work in unison. Through exercising patience and respect for others, the children learn to work in an orderly manner and peacefully together, getting harmonious discipline. കുട്ടികള് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടല്ല അവർക്ക് ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒബീഡിയൻസ് ചെയ്യുന്നില്ല. നമ്മൾ അവരുടേതായ ഫ്രീഡം നമ്മൾ കൊടുക്കുകയാണ്. അവർക്ക് അവരുടേതായ വർക്ക് സെലക്ട് ചെയ്ത് ആ കാര്യങ്ങൾ അവർക്ക് വർക്കുകൾ സ്വയം തന്നെ ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ പ്രാക്ടീസ് എക്സസൈസ് ചെയ്യുന്നത് മൂലം അവർക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും ചിൽഡ്രൻസ് ലേൺ ടു വർക്ക് ഇൻ എൻ ഓർഡർലി മാനർ, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഓർഡർലി ചെയ്യേണ്ടത് എന്ന് അവർ മനസ്സിലാക്കിയാണ്. സോ പീസ്ഫുള്ളി ടുഗദർ, നമ്മൾ ലോൺലെസ് പോലെ ആ കുട്ടിക്ക് ഒരു വർക്ക് ചെയ്യേണ്ട ഫ്രീഡവും ഒരു അന്തരീക്ഷവും നമ്മൾ കൊടുക്കുന്നുണ്ട്, എൻവയോൺമെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡിസിപ്ലിൻ നമുക്ക് ആ കുട്ടികളിൽ നിന്ന് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് ജാസ്മിൻ, സോഷ്യൽ സെന്റിമെന്റ്സ് ആണ്. Okay, ma'am. Okay. Social sentiment happens when the child is proud and happy to belong to his group. There is a sense of unity as the child is not only proud of his work but also the achievement of the group. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ ചെറുപ്പത്തില് ഗ്രൂപ്പ് സോങ്സും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ പെർഫോം ഒക്കെ ചെയ്യും. അപ്പൊ നമ്മളൊരു ടീമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികൾ ഏതാണ്, റിലേ, അതേപോലെ കബഡിയൊക്കെ നമ്മൾ കളിക്കുമ്പോൾ നമ്മളുടെ ടീമിന് തോറ്റു എന്ന് പറയുന്നത്, നമ്മുടെ ടീം ജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മൾ ഒറ്റയ്ക്ക് വിൻ ചെയ്തു എന്ന് പറയുന്നതിന് നമ്മളൊരു ടീമായിട്ട് അത് വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടും. നമ്മുടെ സോഷ്യൽ സെന്റിമെന്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. കുട്ടികൾ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് അവന്റെ വർക്കിൽ അവൻ പ്രൗഡ് ആവുക എന്നുള്ളതല്ല, അവർ നല്ലൊരു ഒത്തൊരുമയോട് കൂടി ആ ഒരു ഗ്രൂപ്പിന് ആക്ട് ആയിട്ട് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോൾ അവരിൽ എന്ത് വരുന്നുണ്ട്, ദേ പ്രൗഡ് ആൻഡ് ഹാപ്പി. അവർക്ക് നല്ല അഭിമാനം അതേപോലെ പ്രൗഡ് ആയിരിക്കും. മുമ്പൊക്കെ കബഡി കളിക്കും എന്റെയൊക്കെ ചെറുപ്പത്തില്. അപ്പൊ ഞങ്ങള് പ്ലേ ചെയ്യുമ്പോൾ ടീമായിട്ട് കളിക്കുന്നത് കബഡി. അപ്പൊ ഞങ്ങളുടെ ടീം തോക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും അടുത്ത ആളെയും കൂടി ഞങ്ങളുടെ ടീമിലേക്ക് ആഡ് ചെയ്യണം. ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സ് തോറ്റു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആ ആളെയും കൂടി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഒരാൾ പോയാൽ പോലും ഞങ്ങൾക്ക് വിഷമമാണ്. അതിനുവേണ്ടി മാക്സിമം എത്ര അറ്റം വരെ ഞങ്ങൾ പോകും ഒരുമിച്ച്. അതായത് ടീം സ്പിരിറ്റ് ആണ് ഞങ്ങളുടെ പ്ലേ ടൈം ഗെയിം ആയിരുന്നു അത്. ടീച്ചർ ഉണ്ടായിരുന്നു, കബഡി പഠിപ്പിച്ചിരുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ ഒരു എഫേർട്ട് ആയിരുന്നു അത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ടീം സ്പിരിറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഒബീഡിയൻസ്. ജസ്റ്റ് ലൈക്ക് ഡിസിപ്ലിൻ പോലെ തന്നെ നമ്മൾ ഒബീഡിയൻസ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് അവിടെ തന്നെ അവർക്ക് ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ നല്ല എന്താണ് പറയാ, നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നു, പീസ്ഫുൾ ആണ്. അപ്പൊ അവര് ഒബീഡിയന്റ് ആവും. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുസരിക്കുകയും നല്ല ഡിസിപ്ലിൻ, നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആ കുട്ടികളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും നമ്മൾ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് വണ്ണല്ല. നമ്മൾ അനുസരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അവരെ സ്നേഹിക്കാം. ആ ഒരു രീതിയിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വായിക്കാട്ടാ. അടുത്ത ആരാന്ന് വെച്ചാൽ ഞാൻ വായിച്ചോട്ടെ. ഓക്കെ, അൻസന വായിച്ചോളാം. Obedience. Children in Montessori classrooms are happy, harmonious, and peaceful with themselves. They are able to take instruction from their teachers. This is not a forced discipline or obedience, but more than that, inner discipline as a result of inner growth, and the children are proud of being able to help their classmates. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, നമ്മളിവിടെ ഡിസിപ്ലിൻ പോലെ ഒരിക്കലും ഫോഴ്സ്ഡ് അല്ല. ഡിസിപ്ലിൻ ഫോഴ്സ്ഡ് അല്ല എന്ന് പറഞ്ഞു. അതേപോലെ ഒബീഡിയൻസ് അനുസരിപ്പിക്കുന്നത് ഫോഴ്സ്ഡ് അല്ല. അവര് നമ്മളുടെ ഈ എൻവയോൺമെന്റ് മോണ്ടിസോറി ക്ലാസ് റൂം ആയിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്, നമ്മളിവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ വരാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ല സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പോ അവരൊരു പീസ്ഫുൾ ദംസെൽഫ്
അപ്പോ നല്ല എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ യോജിപ്പോട് കൂടി നല്ല ഒത്തൊരുമയോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസും അവർ അതിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒബീഡിയൻസോ ഡിസിപ്ലിനോ ഫോഴ്സ്ഡ് വണ്ണല്ല, അവിടെ ഡെവലപ്പ് ചെയ്തത് ഇന്നർ ഡിസിപ്ലിൻ ആണ്. ഓരോ കുട്ടിയും എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിൽ പെരുമാറുക എന്നുള്ളത് ആ കുട്ടിനെ കൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ദ ചിൽഡ്രൻസ് ആർ പ്രൗഡ് ടു ബി ഏബിൾ ടു ഹെൽപ്പ് വിത്ത് ദർ ക്ലാസ്മേറ്റ്സ്. അതുവഴി ഇങ്ങനെ ഡിസിപ്ലിൻസ് വന്നു, കുട്ടികൾക്ക് മനസ്സിലായി അവരുടെ ക്ലാസ്മേറ്റ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അവരുടെ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൗഡ്, ഒരു എന്താ പറയുക, ഒരു സംതൃപ്തി കിട്ടാനൊക്കെ തുടങ്ങും. യങ്ങർ വൺസ് ചിലപ്പോൾ മറ്റു യങ്ങർ വൺസ് അതറിയാത്ത കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഓൾഡർ വൺസ് ആയിരിക്കും യങ്ങർ വൺസിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരും. നെക്സ്റ്റ് ആണ് ക്യാരക്ടർ. അടുത്ത പോയിന്റ് ആരെ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, വായിച്ചു. When the children have to apt environment and conditions, they are able to evolve their character. A person of character is free, confident, resolute, etc. The formation of these qualities come from experience and exercise. It cannot be tough. Therefore, children must get the opportunity to exercise these to form character. There must They must learn to take their own decisions, and when they decide and select for themselves, they develop the qualities. Okay, നോക്കിക്കോട്ടെ കുട്ടീനെ. ഓക്കെ, അപ്പോ നമ്മള് കുട്ടികള് ദേ ഡെവലപ്പ് ദർ ക്യാരക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ഗ്രോയിങ് എൻവയോൺമെന്റ്. നമ്മളുടെ ഈ ഗ്രോ ചെയ്യുന്ന ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാരക്ടറിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റുന്നു. അപ്പൊ ഈ ക്വാളിറ്റീസ് ഒക്കെ അവർ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അത് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അത് അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ വലുതാകുമ്പോഴും നല്ല കുട്ടികളായിട്ട് വലുതാകുമ്പോഴും അവർ ഈ സൊസൈറ്റിക്ക് നല്ലൊരു നല്ലൊരു പ്രൗഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. Therefore, children must get an opportunity to exercise these in form of character. അപ്പൊ ആ കുട്ടികൾക്ക് ഈ ഒരു എൻവയോൺമെന്റ് നോക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാവും. This must learn to take ട്രയൽസ്, അവർക്ക് ഒരു ചെയ്ത് നോക്കാം എന്നുള്ളത്. their own decision, ഈ കുട്ടികൾക്ക് നല്ല അവരുടേതായ ഡിസിഷൻസ് ഉണ്ടാവും. when they decide and select for themselves, they develop these qualities. അപ്പൊ അവർ നല്ല ക്വാളിറ്റീസ്, നല്ല ക്യാരക്ടേഴ്സ് അവിടെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്. ഓക്കേടാ. അപ്പോ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടികൾ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് ഉണ്ടാവും. ഈ കെട്ടുറപ്പ് അവരുടെ ഇനിയുള്ള ക്യാരക്ടേഴ്സ് മുതിരുമ്പോഴും അതേ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻ. എനിക്കൊരു അഭിപ്രായം, ബാക്കി എല്ലാ ക്ലാസ്സുകളിലും മീറ്റപ്പ് ചെയ്യാറുണ്ട്. മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോരുത്തരെ കുറിച്ചിട്ട് നമുക്കിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് പേരുള്ളൂ, 53 പേരുള്ളൂ. അപ്പൊ 53 പേര് അല്ലെങ്കിൽ 50 പേര്, ഒന്ന് റിജു ആണ്, അത് കൂടാണ്ട് 50 പേരാണ് വിചാരിക്കുക. അപ്പോ ഈ 50 പേർക്കും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, എല്ലാവർക്കും കൂടി ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് അന്ന് നമ്മൾ സെൽഫ് ഇൻട്രോ കൊടുത്തില്ല, പേരൊക്കെ മറന്നുപോയി. പക്ഷെ ഇപ്പോഴും കുറച്ച് കുട്ടികളെ ഇതിൽ ഓർമ്മയുണ്ട്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം ഓർമ്മയുണ്ട്. ചിലർ മിസ്സായി പോയിട്ടുണ്ട്, സോറി. പക്ഷെ എന്നാലും നമുക്കൊരു മീറ്റപ്പ് പോലെ എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് കിട്ടാലോ. എങ്ങനെയുണ്ട്? ചെയ്യാം മിസ്സേ. ഓക്കെ മിസ്, ചെയ്യാൻ മിസ്സേ. എന്നാന്ന് പറഞ്ഞിട്ട് ചെയ്യണം, എന്നാലേ ഒരുങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് ഗേഷൊന്നല്ല, എന്നാൽ പോലും നമ്മളെ കുറിച്ചിട്ട് നമുക്ക് അറിയണമല്ലോ. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു ടീമായിട്ടുണ്ട്. സോ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് മൺഡേ ആണ് ഞാൻ വിചാരിക്കുന്നത് മീറ്റപ്പിനെ പറ്റിയ ദിവസം. കാരണം എന്റെ ചാപ്റ്റർ ക്ലാസ് ടൈമിനല്ലേ മിസ്സേ? ക്ലാസ് ടൈമിൽ തന്നെ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ എല്ലാവരും നമ്മളൊന്ന് പരിചയപ്പെടുന്നു. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്, എവിടുന്നാ വരുന്നത്, നിങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാലോ. അപ്പൊ അത് നമുക്കൊന്ന്
നോക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൂവ്മെന്റ്സ് ആണ്. അത് നെക്സ്റ്റ് എടുക്കാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സുകളിൽ എടുക്കാം. ഓക്കെ, അപ്പോ ഒന്ന് എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കി, ചാപ്റ്റർ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ഈ പോർഷൻ ഇത്രയും കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലാസ് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം എന്റെ കളേഴ്സും ഈ പിങ്ക് ടവറും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചോട്ടെ. ഓക്കെ ഓക്കെ, ഇവിടെ കാണിച്ചു കേട്ടോ. ഓക്കെ, ഫുൾ ആയിട്ട് ഓക്കെ എടാ. ഓക്കെ, കാർഡ്ബോർഡ് ഇത് ചാർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടാ. ഒരു മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കണം, ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ എടാ, നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നല്ലതാണ്. ഓക്കെ, കളറിംഗ് ബോക്സ് ആണ്. ഓക്കേടാ, നല്ലതാണ്ടാ. നിങ്ങള് അത് ഫ്രെയിം ഉണ്ടാക്കിയോ? ഷൂ ലേസിന്റെയും അതേപോലെ തന്നെ ബട്ടണിങ് ഫ്രെയിം, സിബിന്റെ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയില്ല മിസ്സേ, ഉണ്ടാക്കാം. കുറച്ചു പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാം. ഞാന് സിബിന്റെയും ബട്ടണിങ് ഫ്രെയിമും ഷൂ ലേസിന്റെയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ബട്ടൺ ഫ്രെയിം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്നത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ചെയ്ത് വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ മാം, ഒരു മിനിറ്റ്, ഈ പിങ്ക് ടവറിനെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ശരിക്കും കേട്ടില്ലായിരുന്നു, ഒന്നും കൂടി ഒന്ന് പറയുമോ? പിങ്ക് ടവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ ഇത് മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണത് എന്തിനാ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഈ സൈസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഈ ഓരോ പിങ്ക് ടവറിന്റെ സൈസുകൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ആ കറക്റ്റ് സൈസിൽ അവർ തന്നെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് ചെറുതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഇത് പോകേണ്ടത്. അവർക്ക് അതിൽ കുറച്ചും കൂടി വ്യക്തത വരാണ്. പിന്നെ പിങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് കളറാണ്. അപ്പൊ കുട്ടികൾക്ക് ഇത് ശരിക്കും വുഡൻ ക്യൂബ്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വുഡൻ ക്യൂബ്സ് ആണ്. അപ്പൊ അത് കൂടുതൽ പൈസയൊക്കെ ആവും. നമ്മള് കൊടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. അത്യാവശ്യം നമുക്ക് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ 10 to 1 സെന്റിമീറ്റർ വരെയുള്ള ക്യൂബ്സ് ആണ് നമ്മൾ കാണുന്നത്. ഓരോന്നും ഓരോ സെന്റിമീറ്റർ കുറഞ്ഞാണ് ഓരോ ക്യൂബ്സിലും വരുന്നത്. നമുക്കത് സൈസ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്, കുട്ടികൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ സൈസ് കൂടുതൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ആർക്കിടെക്ചർ സ്കിൽസ് കൂടാണ്. ചില ബിൽഡിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്കില്ല് കൂടാണ്. ആർക്കിടെക്ചർ സ്കില്ല്, ഓരോന്ന് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ള സ്കില്ലുകൾ കൂടാണ്. അത്രേ ഉള്ളൂ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആണോ? പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിച്ചേടാ. ഓക്കെ, ആടാ, നല്ലതാണ്ടാ. ഓക്കെ, നല്ലവരായിട്ടുണ്ടേ. ഓക്കേടാ, സൈൻ ഔട്ട് പറഞ്ഞോടാ. There is beauty in everything, even in silence and darkness. Sign out by Sanifati. Okay, thank you all. Thank you. Thank you, ma'am. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.